നമസ്കാരം സുഹൃത്തുക്കളെ, പാഷൻ വ്ളോഗറിലേക്ക് സ്വാഗതം. നമ്മുടെ വണ്ടി ഇപ്പോൾ കുറച്ച് നാളായിട്ടൊരു മൊത്തത്തിലൊരു പെർഫോമൻസിനൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഇന്നോവയാണ്, 3 ലക്ഷത്തി ചില്ലാൻ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാവുമെന്ന് വിചാരിക്കണം. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, വണ്ടൂര് ഒരു സ്ഥാപനമുണ്ട്, പവറും പുള്ളിങ്ങും മൈലേജും ഒക്കെ കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വണ്ടൂര് നമ്മുടെ വാണിയമ്പലം റോഡിനാണ് ഈ സ്ഥാപനം ഉള്ളത്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നമ്മളെ വണ്ടി ഒന്ന് എന്താണ് പ്രശ്നം എന്നുള്ളതൊന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് വീഡിയോയിലേക്ക് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ കാർ സ്റ്റേഷൻ ഡീകാർബണൈസിങ് സെന്ററിന്റെ ഓണർ റസാഖ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യും. നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി. പിന്നെ അതിന്റെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്തു. പിന്നെ ഞാനും തന്നെ ഇവിടെ ആയിരുന്നില്ല, എന്റെ സ്ഥാപനം പിന്നെ ചെത്തിയാർമലായിരുന്നു. അവിടുന്ന് മാറിയിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറിയതാണ്. അപ്പൊ പുതിയൊരു സംരംഭം, കുറെ മെഷീനുകളിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോ ഇതിനകത്ത് വളരെ റിസൾട്ടീവ് ആയിട്ടുള്ള, ഒരുപാട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്തതിനോട് അനുബന്ധമായിട്ട് കസ്റ്റമേഴ്സിന് ഒരു വലിയൊരു ഓഫർ ആയിട്ടാണ് ഞങ്ങൾ ഇപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് കഴിഞ്ഞാൽ, ഇപ്പോ വീൽ അലൈൻമെന്റ് സാധാരണ മിനിമം 600 രൂപ എല്ലാവരും കൊടുത്ത് ഞങ്ങൾ 400 രൂപ വാങ്ങിക്കുന്നുള്ളൂ ഈ മാസം. അതുപോലെ തന്നെ ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 ലക്ഷത്തിന് മേലെ ഓടിക്കഴിഞ്ഞ എല്ലാ വണ്ടികൾക്കകത്തും അതിന്റെ ഹെഡിനകത്തും അതേപോലെ ഇൻഡക്ടറിന്റെ സെക്ഷനിലും ഈ ഗിയറിന്റെയും അതേപോലെ തന്നെ അതിന്റെ ടെർബോ സിസ്റ്റത്തിനകത്തും ഒരുപാട് കാർബൺ വന്ന് അടയും. ആ കാർബണുകൾ ഒഴിവാക്കുന്ന ഒരു രീതിക്കാണ് ഈ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്നത്. അത് 2000 രൂപയാണ് എല്ലാവരും ചാർജ് ചെയ്യുന്നതിന്. അതിന്റെ നേർപകുതി 1000 രൂപ മാത്രമേ ഈ മാസം ഞങ്ങൾ ഒരു ഓഫർ ലെവലിൽ, കാരണം നമുക്കൊരു ടാങ്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് കിട്ടിയവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. മൈലേജും കൂടുന്നുണ്ട്, പവറും കൂടുന്നുണ്ട്, പുക നിൽക്കുന്നുണ്ട്, കുറയുണ്ട്. അതിന്റെ കുറച്ച് വീഡിയോസ് കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. അവിടെ എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ അത് കസ്റ്റമർക്ക് ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം ആയതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. 1 ലക്ഷം കഴിഞ്ഞ വണ്ടികളൊക്കെ ഒന്ന് ഡീകാർബണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ലാഭമാണ്. കാരണം ഞങ്ങൾക്കൊരു പബ്ലിസിറ്റി കിട്ടണം വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ പകുതി പൈസക്ക് ചെയ്തു കൊടുക്കുന്നത്.
അതായത് ഈ ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞാല് പൊതുവെ ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ല. ആക്ച്വലി ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണത്, എങ്ങനെയാണ് നമ്മളത് ചെയ്യണമെന്നുള്ളതൊന്ന് വിശദീകരിച്ച ആളുകൾക്കത് അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാവും. അത് നമ്മൾ നോർമലി ഇപ്പൊ ടെർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ പിന്നെ നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ബേൺ ഔട്ട് ചെയ്ത് ഓക്സിജനെ ബേൺ ഔട്ട് ചെയ്തിട്ട് അത് നൈട്രജൻ ഗ്യാസ് മാത്രം ആക്കിയിട്ടാണ് അതിനകത്തേക്ക് വിടുന്നത്, എഞ്ചിനകത്തേക്ക്. അപ്പൊ അതിന്റെ കൂടെ ഈ ടെർബോയിൽ വരുന്ന ഓയിലും അതേപോലെ തന്നെ നമ്മളെ പിന്നെ ഈ പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഒരു എക്സോസ്റ്റ് ഉണ്ട്. അത് വാൾവിസിൽ പിന്നെ റോക്രാമിന്റെ മേലെ ഏറ്റവും മേലെ വരുന്ന കവർമെന്റ് ഒരു പൈപ്പ് വരും ഇൻടേക്കിലേക്ക്. അതിലൂടെ ഓയിൽ അതിനകത്ത് എക്സോസ്റ്റ് ചെയ്യും. ഇതെല്ലാം പാടെ ചേർന്നത് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ കാർബൺ ഇത് ഈ വാൾവിനകത്തും ഇൻടേക്കിനകത്തും അതേപോലെ തന്നെ ഈ ഇൻഡെക്സ് വെനിഫോൾഡിന്റെ അതിന്റെ അപ്പുറത്ത് EGR വണ്ടിക്ക് EGR-നകത്തും ഒക്കെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതിനെ കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ ഇത് ഒഴിവാക്കുന്ന ഒരു എന്താ പറയാ അതിന്റെ ഒരു രൂപമാണ് നമ്മൾ ഈ ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയണമെങ്കിൽ ഇതൊരു ശുദ്ധീകരണം. ഒരു നമ്മൾ പറയല്ലോ ശരിക്കും വയറിന് അസ്വസ്ഥത വരുമ്പോ ഒന്ന് വയറിളക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ. കാരണം കൃത്യമായി മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പോകുന്നത് പോലെ തന്നെ ഇതിനകത്തിലെ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിംഗുള്ള ഒരു രീതിക്കാണ് ഡീകാർബണൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പൊതുവെ ജനങ്ങൾക്കുള്ള ഒരു സംശയമാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, എഞ്ചിന് ഒരു പ്രശ്നം വരില്ല. കാരണം എഞ്ചിന്റെ പെർഫോമൻസ് നന്നാവാണ്. കാരണം നോർമലി ഇതെല്ലാം ശുദ്ധിയാകുമ്പോൾ പവർ കൂടും, ആ ഫ്യൂൽ ശരിക്കും ബേൺ ഔട്ട് ചെയ്യും. കാരണം ഡീസലാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരുപാട് കാർബൺ വരും. കാരണം അതിന്റെ ഹൈ പ്രഷറിൽ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഡീസലിന്റെ കാര്യം മറ്റുള്ള കാര്യം ഡിഫറെന്റ് ടെക്നോളജിയാണ്. പക്ഷെ അതിൽ എഞ്ചിന് എന്തെങ്കിലും പിന്നെ കേടുപാടുകൾ വരുന്നില്ലതും അല്ലെങ്കിൽ അതിനകത്ത് ഒരു പിന്നെ ഡിമെറിറ്റ് എന്ന് പരിപൂർണ്ണ തെറ്റാണ്, തെറ്റായ ധാരണയാണ്. അത് ഇന്നലെ എന്നോടൊരു കസ്റ്റമർ ചോദിച്ചത് ഈ ഡീകാർബണേഷൻ ചെയ്യുമ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ വേണമെന്നുള്ളതാണ്. ഇത് ഡീസലുമായിട്ട് ഒരു ബന്ധമല്ല. വണ്ടി സ്റ്റാർട്ട് ആവാൻ ഈ 45 മിനിറ്റ് നമ്മൾ ഈ കെമിക്കൽ പ്രോസസ്സിംഗ് നടത്തുമ്പോൾ അത് എഞ്ചിൻ വർക്ക് ചെയ്യാനുള്ള ഡീസലിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഡീസലുമായിട്ടൊരു ബന്ധമല്ല. അതേമാതിരി എഞ്ചിന് പിന്നെ ഒരു നല്ല പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അല്ലാണ്ട് എഞ്ചിന് ഒരിക്കലും ഒരു ഡിഫോൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലോ അല്ലാതെ അതിനൊരു മോശമായ രീതിയിലോ ഒരു കാരണം ഇതിനകത്ത് വരുന്നില്ല. അതിനകത്ത് പ്രോഫിറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് ഗോഡ് പ്രോമിസ്. ഇതിപ്പോ ഈ ഓഫർ 1000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിപ്പോ ഏതൊക്കെ വിഭാഗം വണ്ടികൾക്കാണ് നമ്മൾ ഈ 1000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നത്? നമ്മൾ 4 വീൽ വണ്ടികൾക്ക് മൊത്തം ഇപ്പോൾ അതാണ്. കാരണം ഇന്നോവ ശരിക്കും 2500 2000 വരും. പക്ഷെ ഇന്നോവ പോലും നമ്മൾ ചെയ്യുന്നപ്പോൾ 1000 രൂപക്കാണ്. അത് ഈ മാസം വരെ ജനുവരി 30 വരെ അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് പറഞ്ഞല്ലോ ഒരു പബ്ലിസിറ്റിയാണ്, ഒരു എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു. കാരണം ഇത് പരസ്യം ചെയ്യുന്ന ആ ക്യാഷ് ഉണ്ടല്ലോ, പരസ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാഷ് കസ്റ്റമർക്ക് ഒരു പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കസ്റ്റമേഴ്സിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. കാരണം 50% താഴെയാണല്ലോ നിങ്ങൾ ചാർജ് ചെയ്യുന്നത്. അത് മാത്രമല്ല, വണ്ടൂര് പരിസര നിവാസികൾക്ക് അറിയില്ല വണ്ടൂർ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥാപനം ഉള്ളത്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇതിന്റെ അഡ്രസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക് വരുമ്പോ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് വണ്ടൂരിന്ന് പിന്നെ ജംഗ്ഷൻ കാളിയാർ റോട്ടുമേ ഏകദേശം ഒരു 250 മീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മളെ മെട്രോ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു അപ്പോളിഷൻ ഷോപ്പ് ഉണ്ട്. അതിന് തൊട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് കാർ സ്റ്റേഷന്റെ പേരിൽ കാർ കെയർ സെന്റർ. കാർ കെയർ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റൽ പോലെ കൊണ്ടെടുക്കുന്ന ഒരു സ്ഥാപനം. അതുപോലെ തന്നെ നേത്ര കണ്ണാശുപത്രി, അതായത് എലൈറ്റ് ഗ്ലാസ് ഷോപ്പ് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ്. അതേമാതിരി പ്രവാസി ഹോട്ടൽ, റൂറൽ ബാങ്കിന്റെ തൊട്ട് മുമ്പ്, ബാനാസുര നിധിന്റെ തൊട്ട് മുമ്പ്. ഇതിന്റെ എല്ലാത്തിനും നടുക്ക് വരുന്ന ഒരു സ്ഥാപനമാണ്. വണ്ടൂർ ടൗണിൽ തന്നെയാണ്. എല്ലാവരെയും വളരെ കൃത്യമായിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടിക്കും ലൈഫ് കിട്ടും. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ജീവിതത്തിലെ ലൈഫിന്റെ പാർട്ടാണല്ലോ. നമ്മളൊരു എന്താ പറയാ, നമ്മളെ കയ്യോ കാലോ പോലെയാണ് നമ്മളെ വാഹനവും. അത് നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, പ്രോഫിറ്റ് അത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുക. ഈ ഒരു ഓഫർ നിങ്ങളും കൈപ്പറ്റണമെന്ന് വിധമായി അപേക്ഷിക്കുന്നു. നന്ദി.
എന്റെ ഫോൺ നമ്പർ 9847562222. ഈ ഏത് എത്ര സമയം ഇതിനുള്ളൂ മെക്കാനിക് ഓട്ടോമൊബൈൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങൾക്കും 24 മണിക്കൂറും നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാം, വിളിക്കാം. ഞാനുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ. താങ്ക് യു വെരി മച്ച്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഡീകാർബണൈസിംഗ് ആണ് ഇപ്പോൾ ചെയ്തത്. അപ്പം അപാര റിസൾട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യം ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണിത് എനിക്ക് തോന്നണേ ഇല്ല, കാരണം അത്രയും മാറ്റമാണ് വന്നിട്ടുള്ളത്. പുള്ളിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡബിൾ ആയി കൂടിയ പോലുള്ളൊരു ഫീലിംഗ്. അതായത് നമ്മളൊരു പുതിയ ഇന്നോവ എടുത്ത് ഓടിക്കുമ്പോൾ എങ്ങനെയാണ് അതേപോലെ അത്രയും മാറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഈ റസാഖ്, അതിന്റെ ഓണർ, നമ്മളോട് പറഞ്ഞല്ലോ ഇപ്പൊ ഓഫർ ഉണ്ട്. അപ്പൊ ആരും സമയം പാഴാക്കണ്ട, വേഗം വന്ന് ചെയ്തോളൂ. 2000 ചില രൂപ ചാർജ് ഉള്ളത് വെറും 1000 രൂപയ്ക്കാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ബൈ. വീണ്ടും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്.